പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാണ്. കേസ് തെളിഞ്ഞു, നിങ്ങളുടെ ഭാഗം ജയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കുമോ തിരിച്ച് ഈ ഷോയിലേക്ക്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പ്രോഗ്രാമിനെ, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കിനെയും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു അവധി എടുക്കുകയോ, നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ചാനലിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഒരു ദിവസം പോലും കാര്യം ഞാൻ അത്രയും പാഷനേറ്റാണ്, എനിക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് എനിക്കത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അത് സ്നേഹിക്കറിയാം. എൻ്റെ ഡെലിവറി സമയത്ത് വരാത്തവനാ, അതിലെനിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. അന്ന് പിന്നെ ചക്കപ്പഴം ചെയ്യണ സമയമാണ്. അപ്പം അന്ന് പെട്ടെന്ന് തീർക്കേണ്ട സീനുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കളഞ്ഞു. അപ്പൊ എനിക്ക് നോർമൽ പെയിൻ ആയിരുന്നു, ഉച്ചവരെ നോർമൽ പെയിനൊക്കെ വന്നു. പക്ഷെ എങ്കിൽ പോലും അവസാന നിമിഷം സി സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറയണത് ഹസ്ബൻഡിന്റെ ഇത് വേണം. ഡോക്ടർ ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, ഷൂട്ട് തുടങ്ങിയ ഫോൺ മാറ്റി വെക്കും. അപ്പോൾ ഡോക്ടർ പലതവണ വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, എൻ്റെ അമ്മ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അവസാനം എൻ്റെ അമ്മ സൈൻ ചെയ്യേണ്ടി വന്നു. അതിലെനിക്കൊരു ചെറിയ പ്രതിഷേധം ഇല്ലാതില്ല. പ്രോഗ്രാം നിന്ന് പോരുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ആ സമയത്തൊക്കെ കൂടെയുള്ള പലരും ലീവ് എടുത്തും അല്ലാതെ മാറിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് അവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാക്കരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തിരിച്ചു വരും എന്നുള്ളതാണ്. ഏത് തിരിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നില്ലേ, നമുക്കിനി നോക്കാം എന്താണ്. കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങളെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത സാധാരണ പ്രേക്ഷകരുണ്ട്. അവരൊക്കെ ഈ കമന്റ്സിൽ ഇന്നാളെ വരണം, ഇവരെവിടെ പോയി, ഇവരില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ കമന്റ്സിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ചാനലിന്റെ തുടക്കം മുതൽ ഈ പ്രോഗ്രാമിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പ്രോഗ്രാമിലും ഞാനുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളുടെ വഴികൾ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകണമെന്ന് അറിയാൻ വയ്യല്ലോ. നോക്കാം. അപ്പം പ്രേക്ഷകരുടെ റിക്വസ്റ്റ് എന്ന നിലയിൽ ചാനൽ തിരിച്ചു വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ളതാണ്. ആലോചിക്കാം. ചക്കപ്പഴം പിന്നെ എന്താണ് സ്റ്റോപ്പ് ചെയ്തത്? ചക്കപ്പഴം ഒരു പ്രോഗ്രാമിന് ഓരോ ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം മറിമായം എന്ന പ്രോഗ്രാം ഇപ്പം 15 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത് മറിമായത്തിൻ്റെ 3ാമത്തെ വർഷം ഏകദേശം ആവുന്ന സമയത്താണ് ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത്. പക്ഷേ ഇപ്പോഴും ആ പ്രോഗ്രാമിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ആ പ്രോഗ്രാം എനിക്ക് തന്ന ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ചില പ്രോഗ്രാമിന് ചില ലൈഫുണ്ട്, അതുവരെ പോകുള്ളൂ. അപ്പം ചിലത് കുറച്ച് നീളും, ചിലതിന് ഇതുപോലുള്ള ആൾക്കാർ അതിലുണ്ടെങ്കിൽ ചിലതിങ്ങനെ മാറും. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോണെന്ന്. നല്ല പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിറ്റ്കോംസ് ആണ്. അതില് ചക്കപ്പഴത്തിന് നിങ്ങൾ ഉപ്പുമുളന്ന് മാറി ചക്കപ്പഴത്തിൽ വരുമ്പോ അവിടെ ഉണ്ടല്ലോ, ആളിവിടെ ഉണ്ട്, ഞങ്ങൾ കാണുന്നുള്ള ഒരു ധാരണയായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ഇത് ചക്കപ്പഴവും നിന്നു, ഇപ്പൊ ഉപ്പുമുളകും നിന്നു എന്നുള്ളൊരവസ്ഥയാണ്. നിർത്താനായിട്ട് നോക്കുന്ന, ഇവരെ കൂടാതെ നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവാം, അറിയില്ല നമുക്ക്. ആ പ്രോഗ്രാമിന്റെ ലൈഫ് അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും, തിരിച്ചു വരില്ല എന്നുള്ളത്. അതിന്റെ ആ സമയത്ത് ഓരോ യൂട്യൂബ് കമന്റ്സും റിയാക്ഷൻസും ഒക്കെ വരുമ്പോൾ ചേട്ടന്റെ താടിയും മുടിയും വരെ പ്രശ്നമായിരുന്നു. അത്തരം വീഡിയോകൾ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നോ? ശ്രീമറിയുടെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു, നോർമൽ അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. താടി മുടി നീട്ടി വളർത്തിയ നോർമൽ അല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റ് നോർമൽ അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഏത് രീതിയിലായിരിക്കും വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കുക എന്നറിയാം. ഇൻ കേസ് പറയേണ്ടി വന്നാൽ ഇപ്പൊ കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിരുന്നോ? കണ്ടു. നല്ലതല്ലേ? നല്ലതാണ്. നമ്മൾ പിന്നെ ആ മൂഡിലിരുന്ന് കേൾക്കുമ്പോ അത് രസമാണ്, എന്തും കേൾക്കാൻ റെഡി ആയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഇവരുടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളും കുട്ടികളുടെ പാരന്റ്സും ഉണ്ട്. അതെ.
അപ്പോൾ അവരിൽ ആ ആരെങ്കിലും കുട്ടികളുടെ കാര്യം കൂടെ പറയാം. അവര് അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് കേട്ടോ എക്സാം ഒക്കെ എക്സാം എഴുതുന്നത്. അതെ അതെ. അപ്പോൾ അതിനുള്ള സമയം കൂടെ ഒക്കെ അവർ കണ്ടെത്തിയിട്ടാണ് അവർ ചെയ്യണതൊക്കെ. അപ്പോൾ ആ കുട്ടികളും പാരൻസും അടങ്ങുന്ന ഒരു സെറ്റാണ്. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു നെഗറ്റീവ് സംഗതി പറയുവാണെങ്കിൽ ഞാനത് അവിടെ പോയി അന്വേഷിച്ചിട്ടേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമായിരുന്നുള്ളൂ. മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എനിക്കതിൽ 100% ഉറപ്പുണ്ട് അത് കല്ല് വെച്ച നുണയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ അപ്പം ശ്രീയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ആ പിള്ളേര് മാമാ എന്ന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2ാമത്തെ വീഡിയോ കണ്ടിരുന്നു. അവരൊക്കെ വന്നിരുന്നു. അവരൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴും. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം ഉണ്ടെങ്കിൽ പിള്ളേര് വന്നാലും പാരൻസ് സമ്മതിക്കില്ലല്ലോ. നമ്മുടെ മക്കൾ അങ്ങനെ ഒരു മോശം ആളുടെ കൂടെ സംസാരിക്കാൻ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.